ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞ് മലയോര ജനതയെ വഞ്ചിച്ച LDF സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 4-ാം തീയതി ഇറക്കിയ പട്ടയ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് കട്ടപ്പന ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ACC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന് ഇടുക്കിയിലെ ഭൂവിഷയത്തിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു വാക്കുപോലും പാലിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് EM ആഗസ്തി കുറ്റപ്പെടുത്തി. ഇതോടൊപ്പം റവന്യൂ മന്ത്രി കട്ടപ്പനയിലെത്തി ഷോപ്പ് സൈറ്റുകൾക്ക് ഉടൻ പട്ടയം നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് EM ആഗസ്തി പറഞ്ഞു. കട്ടപ്പനയിലെയും നെടുങ്കണ്ടത്തെയും രാജാക്കാട്ടിലെയും രാജകുമാരിയിലെയും ഇടുക്കിയിലെയും അടിമാലിയിലെയും കുമളിയിലെയും തുടങ്ങി ഹൈറേഞ്ചിലെ എല്ലാ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ, ആ വാണിജ്യ കേന്ദ്രങ്ങളിലെ ആളുകളെ ഏറ്റവും നിരാശപ്പെടുന്ന ഉത്തരവ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പട്ടയം കൊടുക്കുന്ന അപേക്ഷ സ്വീകരിക്കാമെന്നതാണ്. കഴിഞ്ഞ 4-ാം തീയതി റവന്യൂ വകുപ്പ് ഇറക്കിയ പട്ടയ ഉത്തരവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കും ഏലം കൃഷിക്ക് ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപ് മന്ത്രിസഭാ യോഗം ചേർന്ന ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടയ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കട്ടപ്പന ടൗണിൽ പ്രകടനം നടത്തി. ഇതിനുശേഷം ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുടി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KJ ബെന്നി, ജോസ് മുത്തനാട്ട്, മനോജ് മുരളി, സിബി പാറപ്പായി, ഷാജി വെള്ളാമക്കൽ, പ്രശാന്ത് രാജു തുടങ്ങി നിരവധി നേതാക്കൾ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.